ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 30,000 രൂപയുടെ താഴെ ഇട്ട് വരുന്ന നല്ല ഫോണുകളെ പറ്റിയിട്ടാണ് പറയാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വേഗം തന്നെ വീഡിയോക്ക് കിടക്കാം. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 30,000 രൂപ താഴെ 4 ഫോൺ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ഫോൺ നോക്കണമെങ്കിൽ നല്ല നല്ല ഫോണുകളാണ്. അപ്പോൾ ആ ഫോണുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടാവട്ടെ കേൾക്കുമ്പോൾ. 4 ഫോണിൽ നാലാമത്തെ ഫോൺ നത്തിങ് 3A Pro, അതായത് ഷസാമണ്ണൊക്കെ പറഞ്ഞ പോലെ ലേറ്റ് കത്തണ ഫോൺ. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 7S3 എന്ന് പറഞ്ഞ പ്രൊസറാണ് വെച്ചേക്കുന്നത്. ക്യാമറയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ, പിന്നെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, പിന്നെ 50 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പ് ലെൻസ്. അതായത് ഏകദേശം 30 തവണ വരെ ഡിജിറ്റൽ സൂമും 3x ഒപ്റ്റിക്കൽ സൂമും പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമറയാണ് അവർ വെച്ചേക്കുന്നത്. ബാക്ക് ക്യാമറ വഴി നമുക്ക് 4K റെക്കോർഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കാര്യങ്ങളും ഫോൺ തരുന്നുണ്ട്. മാത്രമല്ല, ഈ ക്യാമറയിൽ 50 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ കൂടെ വഴി തന്നെ 4K റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. 5000 നല്ലൊരു ബാറ്ററി ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5000 പോരാ. ശരിക്കും സാധാരണ ഫോണുകളൊക്കെ ആയിട്ടും 6000 അല്ലെങ്കിൽ 5500 വരുന്നുണ്ട്. ഇത് കുറവാണ് 5000 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പണ്ടത്തെ അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5000 എന്ന് പറയുന്നത് കുറവാണ്. മാത്രമല്ല 50 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് ഫോൺ തരുന്നുണ്ട്. നാലാമത്തെ ഫോണിൽ മൂന്നാമത്തെ ഫോണാണ് റിയൽമി P3 അൾട്ര. ഇതിൽ എന്ന് പറയുമ്പോൾ സ്പെഷ്യലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിന്റെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ മീഡിയടെക് ഡയമൻസിറ്റി A350 അൾട്ര എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടുന്ന പെർഫോമൻസ് ഉള്ള ഒരു പ്രൊസസ്സറാണ് മീഡിയടെക്കിന്റെ A350 എന്ന് പറയുന്നത്. ഇതിന് ഫ്ലാറ്റ് ഡിസ്പ്ലേ അല്ല വരുന്നത്, കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. മാത്രമല്ല 50 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആണ് വരുന്നത്. അത് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ വന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നത്തിങ് 3A Pro എന്ന് പറയുമ്പോൾ 5000 ബാറ്ററിയാണ്. അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റിയൽമി P3 അൾട്ര എന്ന് പറയുമ്പോൾ 6000 ബാറ്ററിയാണ് വരുന്നത്. മാത്രമല്ല നത്തിങ് 3A Proനെ അപേക്ഷിച്ച് അല്പം സ്ലിമ്മും ആണ്, ലൈറ്റ് വെയിറ്റും ആണ്. ഈ 6000 ബാറ്ററി ഫുൾ ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. നാലാമത്തെ ഫോണിൽ രണ്ടാമത്തെ ഫോണായിട്ട് പറയുന്നത് IQ Neo 10R ആണ്. ഇതിൽ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് വെച്ചേക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ 144 ഹെർട്സിന്റെ റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് തരുന്നത്. മാത്രമല്ല AMOLED ഡിസ്പ്ലേ കൂടിയാണത്. ഇതിന്റെ ബാക്ക് ക്യാമറ എന്ന് പറയുമ്പോൾ 50 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ, പിന്നെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് വരുന്നുണ്ട്. 4K ആണ് റെക്കോർഡ് ചെയ്യുന്ന കാപ്പബിലിറ്റി വരുന്നത്. മാത്രമല്ല ഫ്രണ്ട് ക്യാമറയും 4K റെക്കോർഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ 5000 നത്തിങ് 3A Proയ്ക്കും പിന്നെ 6000 P3 അൾട്രയ്ക്ക് ഉള്ളത്. അപ്പൊ IQ Neo 10Rൽ 6400 വരുന്നത് ഏകദേശം P3 അൾട്രയുടെ സെയിം വെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 80 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഫോണിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ ആണ്, സ്ലീക്ക് ആണ്, ബെറ്റർ ഡിസൈൻ ആണ്. മാത്രമല്ല അല്പം ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ പോരായ്മകൾ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഫോണിന് NFC ഇല്ല. അതായത് നമ്മളിപ്പോ പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ചെയ്യലാണെങ്കിൽ നമ്മുടെ കാർഡ് നമ്മുടെ ഫോൺ വഴി സെറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. അതായത് ഇപ്പൊ NFC ഉള്ള ക്രെഡിറ്റ് കാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൈൻ ലാബ്സ് എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട്. അതായത് ബില്ലടിക്കുന്ന മെഷീൻ. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബില്ലടിക്കാനായിട്ട് ഒരു മെഷീൻ ഉണ്ടാവും. അതായത് നമ്മൾ കാർഡ് കണക്ട് ചെയ്തിട്ട് കാശ് എടുക്കുന്നത്, GPay ചെയ്യുന്നത്, അതിനോട് ഒരു മെഷീൻ ഉണ്ടാവും. ആ മെഷീനിൽ ടച്ച് ചെയ്താൽ മാത്രം മതി. ഒന്ന് അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ NFC വഴി കാശ് കയറിക്കോളും. ആ ഒരു സംവിധാനം ഈ ഫോണിലില്ല. മിക്ക ഫോണിൽ 30,000 താഴെ ഫോണിലുള്ളതാണ്, ഈ ഫോണിലൊന്നുമില്ല. 4 ഫോണിൽ ഒന്നാമത്തെ ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോള എഡ്ജ് 60 Pro എന്ന് പറഞ്ഞ ഫോണാണ്. ഡയമൻസിറ്റിയുടെ A350 എന്ന് പറഞ്ഞ ഒരു അൾട്രാ എൻഹാൻസ്ഡ് പ്രൊസസറാണ് വെച്ചേക്കുന്നത്. മറ്റുള്ള ഫോണിൽ വെച്ചാൽ 850 അല്ല. അതായത് നമ്മൾ P3 അൾട്രയിലൊക്കെ കണ്ടു 850 അൾട്രയാണ് വെച്ചേക്കുന്നത്. പക്ഷെ ഇതിൽ എൻഹാൻസ്ഡ് ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു പ്രൊസസറാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഇതിൽ ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ, 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 10 മെഗാ പിക്സൽ ടെലിഫോട്ടോ. അത് 3x ഒപ്റ്റിക്കൽ സൂം ക്യാപ്പബിലിറ്റിയുള്ള ടെലിഫോട്ടോ ക്യാമറയാണ്. മാത്രമല്ല ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ POLED ഡിസ്പ്ലേ ആണ്. അതാണ് അല്പം കൂടി AMOLED ഡിസ്പ്ലേനെക്കാട്ടും അല്പം ദൂരമിട്ട് കൂടിയ ഒരു ഡിസ്പ്ലേ ആണ് POLED ഡിസ്പ്ലേ. ഇത് ബാക്ക് ക്യാമറയോട് നോക്കുകയാണെങ്കിൽ 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. 60 ഫ്രെയിം പെർ സെക്കൻഡ് കിട്ടുന്നില്ല. 30 ആണ് വന്നേക്കുന്നത്, ലിമിറ്റഡ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്, 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് വരുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ 6000 ബാറ്ററിയാണ്. മറ്റേ 80 വാട്ട്സ് കൊടുക്കുമ്പോൾ ഇതിന് 90 വാട്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. പെട്ടെന്ന് ചാർജ് ആവും ഫോൺ. ഇതിന് സ്പെഷ്യൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IP69 വാട്ടർ റെസിസ്റ്റൻസ് ആണ്, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. IP69 കൊടുക്കുന്നത്. മറ്റുള്ള IP68 67 കൊടുക്കുന്നുണ്ട്. ഇതിൽ IP69 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഒന്നാലും ഉറപ്പായിട്ടൊന്ന് ലൈക്ക് അടിക്കണേ. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് അടിക്കണേ. മാത്രമല്ല മറ്റുള്ളവർക്കും ഈ വീഡിയോ അയച്ചു കൊടുത്ത്
അവർക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു കണ്ടന്റ് കൊടുക്കുന്ന പോലെ അവർക്കൊന്ന് അയച്ചു കൊടുത്ത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം.